നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പിക്ക് എ പൈൽ റീഡിംഗ് ആണ്. അതായത് നിങ്ങൾ ഈ രണ്ട് പൈലിൽ നിന്ന് ഇത് ഫസ്റ്റ് പൈലാണ്, ഇത് സെക്കൻഡ് പൈലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പൈലിൽ നിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അട്രാക്ഷൻ തോന്നുന്ന ഒരു പൈല് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് പൈലും വെവ്വേറെ റീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത ആളുകൾ ഈ ഒരു റീഡിംഗ് കാണുക. ഈ പൈല് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് പൈലിന്റെ റീഡിംഗ് ആണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പൈല് സെലക്ട് ചെയ്തവർക്ക് ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ഇപ്പോഴുള്ളത്. അതായത് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാവാനാണ് സാധ്യത കൂടുതൽ കേട്ടോ. ഇവിടെ കാണുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലൊരു ഇപ്പോൾ ഒരു കോണ്ടാക്ട് ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഇമോഷണലി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കാണുന്നത്. കാരണം 2 ഓഫ് കപ്സും പേജ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അതുപോലെ ദ സ്റ്റാർ കാർഡാണ് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അവര് ഒരു ചിന്തയിലാണ്. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. അതായത് ഞാൻ ഇങ്ങനെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിന്നാൽ പോരാ, ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അവരിങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയുക, അവരുടെ മനസ്സിൽ തോന്നുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് അവർ വിചാരിച്ച അത്രയും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുപോലെ അവര് നിങ്ങൾക്ക് തന്നിട്ടുള്ള എന്താ പറയുക ഒരു ഇമോഷണൽ സപ്പോർട്ട്, അതുപോലെ കെയർ, അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പലതും ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. എന്നിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അതായത് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് കാണുന്നില്ല. ഇതൊരു നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അവരിങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരുമ്പോൾ അവർ വളരെ വീക്കായി ഒരു ഡെസ്പായിട്ട് പോവുകയാണ്. അതായത് അവർക്ക് തോന്നുകയാണ് ഞാൻ ഇത്രയും എഫേർട്ട് ഇടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് സ്മൂത്തായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമമാണ് അവർക്ക് ഇപ്പോഴുള്ളത്. എന്നാൽ അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുമുണ്ട്. അതായത് ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ കൊണ്ടുപോകണം. അല്ലാതെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ, അതായത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു നിങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കം എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ നിന്നാൽ പോരാ, ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ട് അവരുടെ മനസ്സിൽ. കാരണം അവരുടെ നിങ്ങളും അവരും തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആക്കി പോകാൻ പറ്റില്ല. കാരണം അവര് നിങ്ങളും തമ്മിലുള്ളത് ഒരു സോൾമേറ്റ് റിലേഷനാണ്. അപ്പോൾ ആ ഒരു റിലേഷനിൽ നിൽക്കുമ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും എൻഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചോ പോകാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം, നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക്
അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമാണ് അവർക്കുള്ളത്. അപ്പം നമുക്ക് ഒരു 2-3 ക്ലാരിഫിക്കേഷൻ കൂടി നോക്കാം കേട്ടോ. ഫസ്റ്റ് ഇവിടെ കാണുന്നത് അവർ ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയിട്ടാണ് കാണുന്നത്. അതായത് അവർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് നടക്കുന്നുണ്ട് ഇപ്പോൾ ലൈഫിൽ. അപ്പോൾ ആ ഒരു പ്രോബ്ലം അവർക്ക് സോൾവ് ചെയ്ത് എന്താ പറയുക, ഈ ഫിനാൻഷ്യലിയുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് അവർക്ക് ഒന്ന് സ്റ്റേബിൾ ആവേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അതായത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും കടം പൈസ എന്തെങ്കിലും ചോദിച്ചത് കൊടുത്ത് അവർ ആർക്കെങ്കിലും കൊടുത്തിട്ട് അത് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്ക് ജോലിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യലി പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും കുറച്ച് പെട്ടെന്നൊരു സാമ്പത്തികമായിട്ട് ഒരു സ്ട്രഗിൾ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് റെഡി ആക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ എന്താ പറയുക, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത്. ഈ ഒരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആളുകൾ എന്താ പറയുക, നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ എന്താ പറയുക ഒരു സോൾമേറ്റ് കണക്ഷനാണ്. അതുപോലെ അവർ ഇപ്പോൾ ഒന്ന് ഡിസ്റ്റൻസ് ആയി നിൽക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അവരുടെ ഒരു ചെറിയ കരിയറായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള ഒരു ബുദ്ധിമുട്ടിലൂടെ അവർ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാത്തത് എന്ന് മാത്രം കരുതിയാൽ മതി. അതുപോലെ നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സന്റെ എല്ലാ ഫിനാൻഷ്യൽ പ്രോബ്ലംസും സോൾവ് ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആത്മാർത്ഥമായി തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിലുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈല് ചൂസ് ചെയ്തവരുടെ നോക്കാം. അപ്പോൾ സെക്കൻഡ് പൈല് നമുക്ക് നോക്കാം. സെക്കൻഡ് പൈല് ചൂസ് ചെയ്യാം. ഈ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ വളരെ ഇമോഷണലി ഡൗൺ ആയിട്ടുണ്ട്. അവര് വളരെയധികം ഹാർട്ട് ബ്രേക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അവരിപ്പോ എന്താ പറയാ, ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു എൻഡായ ഫീലിങ്ങിലാണ് അവർ നിൽക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു, എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വഴക്ക് നടന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ എന്തോ ഒരു സംസാരം, അതുപോലെ വഴക്ക് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അതായത് അവർ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി എന്നുള്ള രീതിയിൽ ഡിപ്രസ്ഡ് ആയിട്ട് അവർക്ക് ഒന്നിലും ഒരു ആഗ്രഹവും ഇല്ലാതെ, ഇത് സത്യം പറഞ്ഞാൽ വിഷാണ്, ആഗ്രഹമാണ് കാണിക്കുന്നത്. ഈ ഒരു കാർഡ് അതാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ആഗ്രഹമല്ല കാണിക്കുന്നത്. അവരുടെ എല്ലാ ആഗ്രഹവും നശിച്ച ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. കാരണം അത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. 5 ഓഫ് കപ്സും പിന്നെ ദ ഡെവിൾ കാർഡ്, 3 ഓഫ് സോഡ്സ്, ഡെത്ത്. ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം എന്താ പറയുക,
അവര് മനസ്സ് എന്താ പറയാ ഇങ്ങനെ ബ്രേക്കായിട്ട് അവർ അത്രയും വിഷാദമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ചിലപ്പോൾ നിങ്ങൾ അവരോട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ച് കാണാം, നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു വഴക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും വേർഡ്സ് അവരെ വളരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവർ കരുതുന്നത് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ നിന്നിട്ട് കാര്യമില്ല, അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് പറ്റുന്നതല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ അവരോട് സ്നേഹമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ചെല്ലുന്നുണ്ടാവാം, പക്ഷെ ആ ഒരു സ്നേഹമൊന്നും അവർക്ക് കാണാനേ പറ്റുന്നില്ല. കാരണം അവരുടെ മനസ്സ് അത്രയും മുറിപ്പെട്ടിട്ടാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവർ വളരെ ഹാർട്ട് ബ്രേക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയി എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ അത്രയും എന്താ പറയുക മോശം കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം, നിങ്ങളും ഈഗോ വെച്ചിരിക്കുന്നുണ്ടാവാം, അവരും ഈഗോ വെച്ചിരിക്കുകയായിരിക്കാം. അവർ വിചാരിക്കുന്നുണ്ടാവാം എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടാവില്ല എന്നായിരിക്കും കരുതുന്നുണ്ടാവുക. ഇത് എൻ്റെ ആയിപ്പോയി എന്ന് അവർ കരുതുന്നുണ്ടാവും. പക്ഷെ അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് പറഞ്ഞോ, അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഞാൻ കാരണം എന്തെങ്കിലും വിഷമം അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പേഴ്സണെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ വേറൊരു സിനാരിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിതെങ്കിൽ, അങ്ങനെയുള്ളവരാണ് ഈ ഒരു റീഡിങ് കാണുന്നതെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ്. അവർക്ക് അവിടുന്ന് ഊരിപ്പോരാൻ പറ്റാത്ത രീതിയിലൊരു വലിയ കുരുക്കായിട്ടാണ് അവർ നിൽക്കുന്നത്. അവർ വിചാരിക്കുന്നത് ഇനി എനിക്ക് അവർ സ്നേഹിക്കുന്ന ഈ സ്നേഹത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല, അതായത് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. അതായത് അവർ കരുതുന്നു അവർക്ക് ഈ ഒരു ഡെവിൽ, അതായത് ഒരു തേർഡ് പാർട്ടി ഒരു സിറ്റുവേഷൻ, ഡെവിൽ എനർജി എന്ന് പറയുമ്പോൾ അവരെ എന്തെങ്കിലും ബ്ലാക്ക് മാജിക്കോ എന്തെങ്കിലും ചെയ്ത് അവരെ കെട്ടിയിട്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് അവിടുന്ന് ഇത് കണ്ടോ, ഈ ഒരു ഡെവിൽ എനർജിയുടെ കാർഡിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, പരസ്പരം ഒരു ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണ്. അതായത് ഒരു മന്ത്രവാദം എന്തെങ്കിലും ചെയ്ത് അവരെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അവർക്ക് തിരിച്ച് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടാൽ പിന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അപ്പോൾ അവർ കരുതുന്നത് അവർക്ക് ഇനി അവരുടെ മരണം വരെ അവർക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് തിരിച്ച് വരാൻ സാധിക്കില്ല. ഈ ഒരു ആത്മാർത്ഥ പ്രണയം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഫീലിങ്ങിൽ തകർന്ന് തരിപ്പണായ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉള്ളവർ കാണുകയാണെങ്കിൽ അവർക്കുള്ള ഒരു മെസ്സേജ് ഇതാണ്. അപ്പോൾ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നശിച്ചു. ഇനി അവർക്ക് നല്ലൊരു എന്താ പറയുക ലൈഫ് ഇല്ല എന്നുള്ള രീതിയിൽ, നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു രീതിയിൽ മനസ്സ് ചത്താണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് സെക്കൻഡ് പൈലുകാർക്ക് ഇതൊരു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും അവരെ രക്ഷിച്ചെടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.